ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ നാടകകൃത്താരാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത് ഒരു പേരായിരിക്കും: വില്യം ഷേക്സ്പിയർ. മനുഷ്യനെയും അവൻ്റെ മാനസിക വ്യാപാരങ്ങളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച സാഹിത്യകാരനാണ് അദ്ദേഹം. ഷേക്സ്പിയർ എന്തെല്ലാം എഴുതിയോ അതെല്ലാം എക്കാലത്തെയും ക്ലാസിക് രചനകളാണ്. അദ്ദേഹം രചിച്ച ഹാംലെറ്റ് എന്ന നാടകത്തിൻ്റെ കഥയാണ് ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. 1. ഹാംലെറ്റ്. ഡെൻമാർക്കിലെ രാജാവ്. അദ്ദേഹത്തിൻ്റെ അകാല മരണത്തിന് ശേഷമാണ് കഥ ആരംഭിക്കുന്നത്. പ്രേതാത്മാവായാണ് ഹാംലെറ്റ് രാജാവ് കടന്നു വരുന്നത്. ജെർത്രൂദ്, ഡെൻമാർക്കിൻ്റെ രാജ്ഞി, ഹാംലെറ്റ് രാജാവിൻ്റെ വിധവ, ജൂനിയർ ഹാംലെറ്റിൻ്റെ മാതാവ്. 3. ഹാംലെറ്റ് ജൂനിയർ. ഡെൻമാർക്ക് രാജാവിൻ്റെയും ജെർത്രൂദ് രാജ്ഞിയുടെയും മകൻ, ഡെൻമാർക്കിൻ്റെ രാജകുമാരൻ. 4. ക്ലോഡിയസ്, ഹാംലെറ്റ് രാജാവിൻ്റെ ഇളയ സഹോദരൻ അഥവാ ഹാംലെറ്റ് ജൂനിയറിൻ്റെ കൊച്ചച്ഛൻ. തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ അധികാരം കൈയാളുന്നവൻ. 5. പൊളോണിയസ്, രാജ്യകാര്യോപദേഷ്ടാവ്, ക്ലോഡിയസിൻ്റെ വലങ്കൈ, സുന്ദരിയായ ഒഫീലിയയുടെയും ലേർട്ടസിൻ്റെയും പിതാവ്. 6. ഒഫീലിയ, ജൂനിയർ ഹാംലെറ്റിൻ്റെ പ്രേമഭാജനം, പൊളോണിയസിൻ്റെ മകൾ, ലേർട്ടസിൻ്റെ സഹോദരി. 7. ഹൊറേഷ്യ, ജൂനിയർ ഹാംലെറ്റിൻ്റെ ഉറ്റ സുഹൃത്ത്, നടനും നാടകകൃത്തും. 8. ലേർട്ടസ്, പൊളോണിയസിൻ്റെ മകൻ, ഒഫീലിയയുടെ സഹോദരൻ. ഡെൻമാർക്കിലെ രാജാവായ ഹാംലെറ്റിൻ്റെ പെട്ടെന്നുണ്ടായ മരണത്തെ തുടർന്ന് രാജ്ഞി ജെർത്രൂദ് വിധവയായി തീർന്നു. രാജാവ് മരിച്ചപ്പോൾ അവരുടെ ഏക മകനായിരുന്ന ഹാംലെറ്റ് ജൂനിയർ ദൂരെ വിറ്റൻബർഗിൽ ഉന്നത പഠനം നടത്തുകയാണ്. ഒരു സർപ്പത്തിൻ്റെ ദംശമേറ്റാണ് തൻ്റെ പിതാവായ ഹാംലെറ്റ് രാജാവ് കൊല്ലപ്പെട്ടതെന്നാണ് ഹാംലെറ്റിന് ലഭിച്ച വിവരം. അതീവ ദുഃഖിതനായ ഹാംലെറ്റ് രാജകുമാരൻ തൻ്റെ അടുത്ത സുഹൃത്തായ ഹൊറേഷ്യയുടെ കൂടെ ഉടൻ തന്നെ ഡെൻമാർക്കിലേക്ക് പുറപ്പെട്ടു. പിതാവിനോട് മാനസികമായി വളരെ അടുപ്പമുണ്ടായിരുന്ന രാജകുമാരന് പിതാവിൻ്റെ വിയോഗം ഹൃദയഭേദകമായിരുന്നു. പക്ഷേ രാജകുമാരൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ അതിലേറെ വേദനാജനകമായിരുന്നു. രാജാവിൻ്റെ ശവസംസ്കാരത്തിന് മുമ്പേ തന്നെ വീണ്ടും ഒരു വിവാഹം ചെയ്യാൻ രാജ്ഞിയായ തൻ്റെ മാതാവ് തീരുമാനമെടുത്തിരിക്കുന്നു. പ്രതിശ്രുത വരൻ മറ്റാരുമല്ല, തൻ്റെ കൊച്ചച്ഛൻ അഥവാ പിതാവിൻ്റെ ഇളയ സഹോദരനായ ക്ലോഡിയസ്. പക്ഷേ വിവാഹത്തിന് വേണ്ടി സംസ്കാര ചടങ്ങുകളും ദുഃഖാചരണവും മാറ്റിവെക്കാൻ ഹാംലെറ്റ് രാജകുമാരൻ സമ്മതിച്ചില്ല. ഞാൻ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കറുപ്പ് വസ്ത്രങ്ങളല്ല എൻ്റെ നഷ്ടത്തെ വെളിവാക്കുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ പിതാവിൻ്റെ നഷ്ടമോർത്ത് വിലപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിക്കുകയും ആ നഷ്ടമോർത്ത് വിലപിക്കുകയും ചെയ്യുന്നു, ഹാംലെറ്റ് തൻ്റെ അമ്മയോടും കൊച്ചച്ഛനോടുമായി പറഞ്ഞു. അപ്പോൾ കൊച്ചച്ഛനായ ക്ലോഡിയസ് മറുപടി പറഞ്ഞു: ഈ ദുഃഖം അകാരണമാണ്. തീർച്ചയായും നീ നിൻ്റെ പിതാവിൻ്റെ നഷ്ടമോർത്ത് ദുഃഖിക്കണം. പക്ഷേ, ഹാംലെറ്റ് ഈർഷ്യയോടെ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നവരെ എനിക്ക് കേവലം 1 മാസത്തിനുള്ളിൽ മറക്കാൻ കഴിയില്ല. രാജ്ഞിയും ക്ലോഡിയസും പെട്ടെന്നു തന്നെ അവിടെ നിന്ന് നിർഗമിച്ചു.
തങ്ങളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിൽ അവർ മുഴുകി. അവരോട് രണ്ടുപേരോടും സ്നേഹപൂർവമായി മാത്രം പെരുമാറിയിരുന്ന ഹാംലെറ്റ് രാജാവിനെ അവർ തീർത്തും മറന്നിരുന്നു. രാജാവിൻ്റെ മരണം കഴിഞ്ഞ് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജെർത്രൂദ് രാജ്ഞിയും ക്ലോഡിയസുമായുള്ള വിവാഹം ആർഭാടപൂർവ്വം നടന്നു. ജനങ്ങളിൽ ഏറെ പേർക്കും അതൊരു അമ്പരപ്പ് തന്നെയായിരുന്നു. കാരണം മരണമടഞ്ഞ രാജാവിനുണ്ടായിരുന്ന സദ്ഗുണങ്ങളൊന്നും തന്നെ ക്ലോഡിയസിനുണ്ടായിരുന്നില്ല. മനസ്സിലും പുറത്തും അയാൾ നീചനും രാജപദവിക്ക് അനർഹനുമായിരുന്നു. തൻ്റെ രാജസിംഹാസനത്തിലേക്കുള്ള യാത്രയിൽ അയാൾ നല്ലവനായ ഹാംലെറ്റ് രാജാവിനെ വകവരുത്തിയതാണെന്ന് കുറച്ചു പേരെങ്കിലും വിശ്വസിച്ചിരുന്നു. വിധവയായി തീർന്ന രാജ്ഞിയെ വിവാഹം ചെയ്താൽ ഹാംലെറ്റ് രാജകുമാരനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ക്ലോഡിയസിന് രാജാവാകാൻ കഴിയുമായിരുന്നു. യഥാർത്ഥ കിരീടാവകാശിയായിരുന്ന ഹാംലെറ്റ് രാജകുമാരനെ രാജപദത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആ ഒരൊറ്റ മാർഗമേ ക്ലോഡിയസ് കണ്ടിരുന്നുള്ളൂ. പക്ഷേ ക്ലോഡിയസിനെ വിവാഹം ചെയ്യാനുള്ള തൻ്റെ അമ്മയുടെ തീരുമാനം ജൂനിയർ ഹാംലെറ്റിൻ്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തി. ഒരു രാജാവും ഭർത്താവും അച്ഛനുമെന്ന നിലയിൽ ഒരു രത്നം തന്നെയായിരുന്ന തൻ്റെ പിതാവിനെ രാജകുമാരൻ അളവറ്റ് സ്നേഹിച്ചിരുന്നു. രാജകുമാരൻ സത്സ്വഭാവിയും സംസ്കാര സമ്പന്നനുമായ ഒരു യുവാവായിരുന്നു. തൻ്റെ പിതാവിൻ്റെ വേർപാടിലുള്ള ദുഃഖവും അമ്മയുടെ പുനർവിവാഹത്തിലുള്ള ലജ്ജയും നല്ലവനായ രാജകുമാരനെ ഒരു വിഷാദ രോഗിയാക്കി മാറ്റി. കുമാരൻ്റെ പ്രസരിപ്പും സൗന്ദര്യവുമെല്ലാം മങ്ങിത്തുടങ്ങി. തൻ്റെ ഇഷ്ടവിനോദമായ പുസ്തക വായനയിൽ പോലും ഹാംലെറ്റ് രാജകുമാരന് തീരെ താല്പര്യമില്ലാതെയായി. രാജകുമാരന് വേണ്ട വ്യായാമങ്ങളും കായിക വിനോദങ്ങളുമെല്ലാം ഹാംലെറ്റ് പാടെ അവഗണിച്ചു. നല്ല പുഷ്പങ്ങളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് തഴച്ചു വളരുന്ന കളകൾ നിറഞ്ഞ ഒരു പൂന്തോട്ടമാണ് ലോകമെന്ന് ഹാംലെറ്റ് രാജകുമാരന് തോന്നി. ആ ലോകത്തോട് ഹാംലെറ്റിന് വിരക്തി തോന്നിത്തുടങ്ങി. തനിക്കർഹമായ രാജപദവി നഷ്ടപ്പെട്ടതിനേക്കാൾ ഹാംലെറ്റ് രാജകുമാരനെ വേദനിപ്പിച്ചത് തൻ്റെ പിതാവിൻ്റെ ധന്യമായ സ്മരണകളോടുള്ള അമ്മയുടെ ബഹുമാനമില്ലായ്മയായിരുന്നു. അദ്ദേഹം അവർക്ക് എത്ര മൃദുലഹൃദയനും സ്നേഹസമ്പന്നനുമായ ഭർത്താവായിരുന്നു. തൻ്റെ ദുഷ്ടനായ കൊച്ചച്ഛനെ വിവാഹം കഴിക്കാൻ അമ്മ കാണിച്ച മ്ലേച്ഛമായ തിടുക്കം മാന്യനായ രാജകുമാരൻ്റെ മനസ്സിനെയും ചിന്തകളെയുമെല്ലാം ഇരുളിലാഴ്ത്തി. ഇനി താൻ എന്താണ് ചെയ്യേണ്ടതെന്നായി രാജകുമാരൻ്റെ ആലോചന. കാരണം തൻ്റെ പിതാവിന് സർപ്പദംശമേറ്റാണ് മരണം സംഭവിച്ചതെന്ന വാർത്ത വിശ്വസിക്കാൻ ഹാംലെറ്റ് രാജകുമാരന് തീരെ കഴിഞ്ഞില്ല. തികച്ചും സംശയാസ്പദമായ സാഹചര്യങ്ങളിലായിരുന്നു രാജാവിൻ്റെ മരണം സംഭവിച്ചത്. രാജസിംഹാസനം പിടിച്ചെടുക്കാനും രാജ്ഞിയെ വിവാഹം ചെയ്യാനും ദുഷ്ടനായ ക്ലോഡിയസ് തൻ്റെ പിതാവിനെ വകവരുത്തിയതാണെന്നുള്ളത് രാജകുമാരന് ഏതാണ്ട് വ്യക്തമായിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര തെളിവുകളൊന്നും കുമാരൻ്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ പരസ്യമായി ക്ലോഡിയസിനെതിരെ ആരോപണം ഉന്നയിക്കാനുമാവില്ല. പക്ഷേ തൻ്റെ പിതാവിനെ ദംശിച്ച അതേ സർപ്പം തന്നെയാണിപ്പോൾ രാജസിംഹാസനത്തിലിരിക്കുന്നതെന്ന് ഹാംലെറ്റ് ജൂനിയർ വിശ്വസിച്ചു. പക്ഷേ ഈ കുറ്റകൃത്യത്തിൽ തൻ്റെ അമ്മയുടെ പങ്ക് എന്താണെന്നതിനെപ്പറ്റി ഹാംലെറ്റിന് യാതൊരു രൂപവുമുണ്ടായില്ല. കൊട്ടാരത്തിന് മുമ്പിലുള്ള പ്ലാറ്റ്ഫോമിൽ 2-3 രാത്രികളിൽ തൻ്റെ പിതാവിൻ്റെ പ്രേതം കാവൽ ഭടന്മാരും തൻ്റെ സുഹൃത്തുമായ ഹൊറേഷ്യയും കണ്ടതായി ഒരു വാർത്ത ഹാംലെറ്റിൻ്റെ കാതുകളിലെത്തി. തൻ്റെ പിതാവിൻ്റെ പതിവുള്ള പടച്ചട്ടയണിഞ്ഞായിരുന്നു അത്രേ പ്രേതത്തിൻ്റെ വരവ്. ഊശാൻ താടിയുള്ള ആ മുഖം വിഷാദപൂർണവും വിളറിയതുമായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. കൃത്യം അർദ്ധരാത്രിക്കാണ് എല്ലാ ദിവസവും അത് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അത് യഥാർത്ഥത്തിൽ തൻ്റെ പിതാവിൻ്റെ പ്രേതം തന്നെയാണെന്ന് ഹാംലെറ്റ് രാജകുമാരന് ഉറപ്പായി. തൻ്റെ പിതാവിനെന്തോ പറയാനുണ്ടെന്ന് രാജകുമാരന് തോന്നി. ആ രാത്രി നേരിട്ട് താൻ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമെന്ന് ഹാംലെറ്റ് തീരുമാനിച്ചു. കൃത്യം ആ സമയത്ത് തന്നെ സുഹൃത്തായ ഹൊറേഷ്യ ഹാംലെറ്റിൻ്റെ അടുത്തേക്ക് വന്നു. ഹാംലെറ്റ് അയാളെ സ്വാഗതം ചെയ്തു.
ഹാംലെറ്റിൻ്റെ പിതാവിൻ്റെ പ്രേതത്തെപ്പറ്റിയായിരുന്നു ഹൊറേഷ്യയ്ക്ക് പറയാനുണ്ടായിരുന്നത്. എൻ്റെ പ്രഭു, ഇന്നലെ രാത്രി അദ്ദേഹത്തെയാണ് ഞാൻ കണ്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തികഞ്ഞ അവിശ്വസനീയതയോടെ ഹൊറേഷ്യയെ ഹാംലെറ്റ് കേട്ടുകൊണ്ടിരുന്നു. താൻ എങ്ങനെയാണ് രാജാവിൻ്റെ പ്രേതത്തെ കോട്ടമുകളിലെ അരഭിത്തിയോട് ചേർന്ന് കണ്ടതെന്ന് അയാൾ വർണ്ണിച്ചു. ആ സമയം 2 കാവൽക്കാരും തൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നും ഹൊറേഷ്യ പറഞ്ഞു. ആ രാത്രി തന്നെ ഹാംലെറ്റ് നേരിട്ട് സംഭവസ്ഥലത്തെത്തി. ഹൊറേഷ്യയോടും മാർസലസ് എന്ന കാവൽ ഭടനോടുമൊപ്പം ഹാംലെറ്റ് പ്ലാറ്റ്ഫോമിന് സമീപം സ്ഥലം പിടിച്ചു. കൃത്യം 12 മണിയായപ്പോൾ രാജാവിൻ്റെ രൂപം ശീതളമായ ചന്ദ്രപ്രകാശത്തിൽ കോട്ടമുകളിലെ അരഭിത്തിയോട് ചേർന്ന് പ്രത്യക്ഷപ്പെട്ടു. ഹാംലെറ്റ് രാജകുമാരൻ ഭയന്നോടിയില്ല. ധൈര്യപൂർവ്വം രാജാവിൻ്റെ പ്രേതത്തോട് നേരിട്ട് സംസാരിക്കുക തന്നെ ചെയ്തു. ഒരു ശാന്തമായ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് തന്നോടൊപ്പം വരാൻ പ്രേതം ഹാംലെറ്റിനോട് അഭ്യർത്ഥിച്ചു. ഹാംലെറ്റ് അതനുസരിക്കുകയും ചെയ്തു. അവർ 2 പേരും തനിച്ചായപ്പോൾ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് പ്രേതം സംസാരിച്ചു തുടങ്ങി. സംശയിക്കേണ്ട, ഞാൻ നിന്റെ പിതാവിൻ്റെ പ്രേതം തന്നെ. ക്രൂരമായി വധിക്കപ്പെട്ട നിന്റെ പിതാവിൻ്റെ പ്രേതം. നിന്റെ കൊച്ചച്ഛൻ, എൻ്റെ അനുജൻ ക്ലോഡിയസ്, അവനാണ് സിംഹാസനവും നിന്റെ അമ്മയെയും കൈയടക്കാൻ ക്രൂരമായി എന്നെ കൊലപ്പെടുത്തിയത്. ഞാൻ പതിവ് പോലെ തോട്ടത്തിൽ മയങ്ങുമ്പോൾ പതുങ്ങി വന്ന് അവനാണ് എൻ്റെ ചെവിയിൽ മാരകമായ ഹെൻബെയിൻ എന്ന വിഷമൊഴിച്ചത്. അങ്ങനെ ഉറങ്ങുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരൻ്റെ കയ്യാൽ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ നിന്നും ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും നിഷ്കരുണം വിച്ഛേദിക്കപ്പെട്ടു. ഹാംലെറ്റ് രാജാവിൻ്റെ പ്രേതം തുടർന്നു പറഞ്ഞു. എൻ്റെ പൊന്നു മകനെ, നീ അല്പമെങ്കിലും നിന്റെ പിതാവായ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹൃദയമില്ലാത്ത ഈ കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യണം. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്ന നിന്റെ അമ്മയെ നീ ഒഴിവാക്കണം. എൻ്റെ കൊലയാളിയെ അവൾ വിവാഹം ചെയ്തുവെങ്കിൽ പോലും നീ അവളെ വെറുതെ വിടുക. അവളെ സ്വർഗത്തിനും അവളുടെ മനസ്സാക്ഷിയുടെ കുത്തലിനും മുള്ളുകൾക്കുമായി വിട്ടുകൊടുക്കുക. തൻ്റെ പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് തന്നെ താൻ പ്രവർത്തിക്കാമെന്ന് ഹാംലെറ്റ് രാജകുമാരൻ വാക്കു നൽകി. പ്രേതം ഉടൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇപ്പോൾ ഹാംലെറ്റ് രാജകുമാരന് എല്ലാം പകൽ പോലെ വ്യക്തമായി. താൻ സംശയിച്ചിരുന്നത് തികച്ചും ശരിയായിരുന്നു. ദുഷ്ടനായ ക്ലോഡിയസ് നല്ലവനായ തൻ്റെ സഹോദരനെ വിഷപ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു. പിതാവിൻ്റെ പ്രേതവുമായുള്ള തൻ്റെ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ സുഹൃത്തായ ഹൊറേഷ്യയോട് മാത്രമേ ഹാംലെറ്റ് പറഞ്ഞുള്ളൂ. തങ്ങൾ കണ്ട കാര്യങ്ങൾ തികച്ചും രഹസ്യമാക്കി വെക്കണമെന്ന് ഹൊറേഷ്യയോടും മാർസലസിനോടും ഹാംലെറ്റ് നിർബന്ധം പിടിക്കുകയും ചെയ്തു. ഇനി പ്രതികാരമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. പ്രതികാരത്തെയല്ലാതെ മറ്റൊന്നിനെ പറ്റിയും ഇനി ഞാൻ ചിന്തിക്കില്ല. പുസ്തകങ്ങളും ഉല്ലാസവേളകളും യൗവനവുമെല്ലാം ഇനി എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ഈ നിമിഷം മുതൽ പ്രിയ പ്രതികാരമേ, നിന്റെ ആജ്ഞകൾ മാത്രമേ എൻ്റെ തലച്ചോറിൽ ജീവിക്കൂ. ഹാംലെറ്റ് രാജകുമാരൻ സ്വയം പറഞ്ഞു. മടങ്ങും വഴി എങ്ങനെയാണ് ഏറ്റവും നന്നായി തൻ്റെ പ്രതികാര പദ്ധതി നടപ്പിൽ വരുത്തേണ്ടതിനെപ്പറ്റി മാത്രമാണ് ഹാംലെറ്റ് രാജകുമാരൻ ചിന്തിച്ചത്. പിതാവിൻ്റെ പ്രേതവുമായുള്ള കണ്ടുമുട്ടലും സംഭാഷണവും ഉണ്ടാക്കിയ ആഘാതം ഹാംലെറ്റിനെ ഏതാണ്ട് ഭ്രാന്തിൻ്റെ വക്കോളം എത്തിച്ചിരുന്നു. പക്ഷേ തൻ്റെ സമനില നഷ്ടമായിരിക്കുന്നു എന്ന കാര്യം തൻ്റെ കൊച്ചച്ഛൻ അറിയരുതെന്നും ഹാംലെറ്റ് ആഗ്രഹിച്ചു. പിതാവിൻ്റെ മരണത്തെ സംബന്ധിച്ച രഹസ്യങ്ങൾ ഹാംലെറ്റ് അറിഞ്ഞുവെന്ന് ക്ലോഡിയസ് സംശയിച്ചാൽ അയാൾ വളരെ ശ്രദ്ധാലുവായിരിക്കും. തൻ്റെ പ്രതികാര പദ്ധതികൾ വിജയിക്കുകയുമില്ല. തൻ്റെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രതികാരത്തിനുള്ള തൻ്റെ ഭ്രാന്തമായ ആഗ്രഹം മറ്റു കാര്യങ്ങളിൽ താൻ അഭിനയിക്കാൻ പോകുന്ന കപടഭ്രാന്തിൻ്റെ മറവിൽ മറച്ചു വയ്ക്കാൻ തന്നെ ഹാംലെറ്റ് രാജകുമാരൻ തീരുമാനിച്ചു. കണക്കുകൂട്ടി പദ്ധതി തയ്യാറാക്കി പ്രതികാരം നടപ്പിലാക്കാൻ തക്കവണ്ണമുള്ള ബുദ്ധിയില്ലാത്ത കഴിവുകെട്ട ഒരാളായി ക്ലോഡിയസ് തന്നെ കരുതിക്കൊള്ളുമെന്നും ഹാംലെറ്റ് മനസ്സിൽ കരുതി.
തൻ്റെ പിതാവിൻ്റെ രാജകാര്യ ഉപദേഷ്ടാവായിരുന്ന പൊളോണിയസിൻ്റെ മകളായ സുന്ദരിയായ ഒഫീലിയയെ വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നതിന് മുമ്പ് ഹാംലെറ്റ് രാജകുമാരൻ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. വളരെയേറെ സമ്മാനങ്ങളും കത്തുകളും സ്നേഹോഷ്മളമായ വാക്കുകളും ഹാംലെറ്റ് രാജകുമാരൻ അവൾക്ക് പതിവായി നൽകാറുണ്ടായിരുന്നു. പക്ഷേ അടുത്ത തവണ കണ്ടുമുട്ടിയപ്പോൾ വളരെ പരുക്കനായും വന്യമായുമാണ് ഹാംലെറ്റ് രാജകുമാരൻ അവളോട് പെരുമാറിയത്. ഹാംലെറ്റിന് ഭ്രാന്തായി പോയി എന്ന് തന്നെ അവൾ വിചാരിച്ചു പോയി. കാരണം അത്രമാത്രം അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഹാംലെറ്റ് രാജാവിന് ഭ്രാന്ത് പിടിച്ചാലല്ലാതെ ഇത്രയും ക്രൂരമായി തന്നോട് പെരുമാറാൻ സാധിക്കില്ല എന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ പിതാവിനോടവൾ ഹാംലെറ്റിൻ്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സമനിലയെപ്പറ്റി തനിക്കുള്ള സംശയങ്ങൾ പിതാവുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഹാംലെറ്റ് തനിക്കെഴുതിയൊരു കത്തും അവൾ പിതാവിനെ കാണിച്ചു. ആ കത്ത് നിറയെ കഥയില്ലാത്ത വാക്കുകളായിരുന്നു. ഉദാഹരണത്തിന്, നക്ഷത്രങ്ങൾ അഗ്നിയാണെന്ന് സംശയിക്കൂ, സൂര്യ തേജസ് നീങ്ങുന്നേയില്ലെന്ന് സംശയിക്കൂ, സത്യം നുണ പറയുന്നവനെന്നും സംശയിക്കൂ, പക്ഷേ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് സംശയിക്കേണ്ട. ഒഫീലിയ ഈ കത്ത് പിതാവിന് കൊടുത്തു. പൊളോണിയസ് അത് ക്ലോഡിയസിനെയും രാജ്ഞിയെയും കാണിച്ചു. ആ നിമിഷം മുതൽ ഹാംലെറ്റിൻ്റെ ഭ്രാന്തിന് കാരണം അനുരാഗം തന്നെയെന്ന് ഏവരും വിശ്വസിച്ചു തുടങ്ങി. പാവം ഹാംലെറ്റ് തികച്ചും ദുഃഖിതനായിരുന്നു. തൻ്റെ പിതാവിൻ്റെ പ്രേതത്തിന് നൽകിയ വാക്ക് പാലിക്കാൻ കുമാരൻ ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ പിതാവിൻ്റെ കൊലയാളിയെപ്പോലും കൊല്ലുവാൻ കഴിയാത്തവണ്ണം ലോലവും മൃദുലവുമായ ഒരു മനസ്സാണ് രാജകുമാരനുണ്ടായിരുന്നത്. ക്ലോഡിയസ് ഒന്നുകിൽ കാവൽക്കാരാലോ അല്ലെങ്കിൽ തൻ്റെ അമ്മയാലോ എപ്പോഴും അകമ്പടി സേവിക്കപ്പെട്ടിരുന്നതിനാൽ തൻ്റെ പ്രതികാര ബുദ്ധി നടപ്പാക്കാനായി അയാളെ തനിയെ കിട്ടുക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. ചിലപ്പോൾ തൻ്റെ പിതാവിൻ്റെ പ്രേതം സത്യം തന്നെയാണോ പറഞ്ഞതെന്ന് പോലും ഹാംലെറ്റ് രാജകുമാരൻ ചിന്തിച്ചുപോയി. ഹാംലെറ്റ് ഇങ്ങനെ ചഞ്ചലമായ മനസ്സോടെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം നടീനടന്മാർ ട്രോയിലെ രാജാവായിരുന്ന പ്രിയാമനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ രാജ്ഞി ഹെക്കൂബായെ പറ്റിയുമുള്ള ഒരു നാടകവുമായി കൊട്ടാരത്തിലെത്തി. ഹാംലെറ്റ് നേരത്തെ ഒരിക്കൽ അവരുടെ നാടകം കണ്ടിട്ടുണ്ടായിരുന്നു. പ്രിയാമൻ്റെ മരണത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് ഒരു ദീർഘമായ ഡയലോഗ് പറയുന്ന ഹെക്കൂബായുടെ ഭാഗം അഭിനയിച്ച നടി വളരെ ഉജ്ജ്വലമായ അഭിനയമായിരുന്നു കാഴ്ചവെച്ചതെന്ന് ഹാംലെറ്റ് രാജകുമാരൻ ഓർത്തെടുത്തു. ഹാംലെറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവർ ഉജ്ജ്വലമായ അഭിനയ ചാതുരിയോടെ ഒരിക്കൽ കൂടി പ്രിയാമൻ്റെ നാടകം കൊട്ടാരത്തിൽ അവതരിപ്പിച്ചു. നാടകം കണ്ട് കണ്ണീരണിയാത്ത കാണികൾ ആരും തന്നെ ആ സദസ്സിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഹാംലെറ്റിൻ്റെ മനസ്സിൽ ഉഗ്രനൊരാശയം പൊട്ടിമുളച്ചു. പുരാതന കാലത്തെ ചില സംഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാണികളെ വികാരാധീനരാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ചില യഥാർത്ഥ കുറ്റവാളികളെ അവരുടെ യഥാർത്ഥ കുറ്റകൃത്യം വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് എത്രമാത്രം അസ്വസ്ഥരും വികാരാധീനരുമാക്കാൻ അവർക്ക് കഴിയുമെന്ന് ഹാംലെറ്റ് രാജകുമാരൻ സങ്കല്പിച്ചു നോക്കി. ചില യഥാർത്ഥ കുറ്റവാളികൾ അവരുടെ കുറ്റകൃത്യങ്ങളോട് വളരെ സാമ്യമുള്ള ചില സംഭവങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുന്നത് കണ്ട് തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞ സംഭവങ്ങളെപ്പറ്റി ഹാംലെറ്റ് രാജകുമാരൻ കേട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭാവി പരിപാടികളെപ്പറ്റിയുള്ള വ്യക്തമായ ചില രൂപരേഖകൾ ഹാംലെറ്റിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയായിരുന്നു. ഹാംലെറ്റിൻ്റെ സുഹൃത്തായിരുന്ന ഹൊറേഷ്യ ഒരു നല്ല നടനും നാടകകൃത്തുമായിരുന്നു. ഹൊറേഷ്യയുടെ സഹായത്തോടെ ക്ലോഡിയസ് യഥാർത്ഥത്തിൽ തൻ്റെ പിതാവിനെ കൊന്ന സംഭവം കഥാതന്തുവാക്കി ഒരു നാടകം രചിച്ചു. ഒരു പൂന്തോട്ടത്തിൽ ഒരാൾ തൻ്റെ ഒരടുത്ത ബന്ധുവിനാൽ വധിക്കപ്പെടുന്നതും പിന്നീട് ആ ബന്ധു കൊല്ലപ്പെട്ട ആളുടെ വിധവയെ വിവാഹം ചെയ്യുന്നതുമായിരുന്നു നാടകത്തിൻ്റെ ഇതിവൃത്തം. പശ്ചാത്തലവും കഥാപാത്രങ്ങളുടെ പേരുകളും മാത്രമേ നാടകത്തിൽ നിന്ന് മാറ്റിയിരുന്നുള്ളൂ. വെറോണയിലെ ഒരു ഡ്യൂക്കിൻ്റെ കൊലപാതകമായിരുന്നു നാടകത്തിൻ്റെ പ്രധാന കഥാതന്തു. ഗോൺസാഗോ എന്ന ഡ്യൂക്കിൻ്റെ ഭാര്യയുടെ പേര്
ബാപ്റ്റിസ്റ്റ എന്നായിരുന്നു. ഡ്യൂക്കിൻ്റെ വളരെ അടുത്ത ഒരു ബന്ധുവായ ലൂസിയാനസ് എസ്റ്റേറ്റിലെ പൂന്തോപ്പിൽ വെച്ച് ഡ്യൂക്കിനെ വിഷം കൊടുത്തു വധിക്കുന്നതും അതിനുശേഷം കുറഞ്ഞ കാലത്തിനുള്ളിൽ ഗോൺസാഗയുടെ ഭാര്യയുടെ കാമുകനായി മാറുന്നതുമായിരുന്നു നാടകത്തിൻ്റെ കഥ. തുടർന്ന് ഹാംലെറ്റ് നടീനടന്മാരെ വിളിച്ചുകൂട്ടി അവരെ നാടകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി കാണിച്ചു. അവർക്കെല്ലാം അതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിഹേഴ്സൽ പൂർത്തിയാക്കി നാടകം വേദിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് ഹാംലെറ്റ് അവരോട് ആരാഞ്ഞു. അവർക്കങ്ങനെ ചെയ്യുന്നതിൽ ഏറെ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള ദിവസവും നിശ്ചയിക്കപ്പെട്ടു. തനിക്കായി ഹാംലെറ്റ് രാജകുമാരൻ ഒരുക്കിയിരിക്കുന്ന കുരുക്കറിയാതിരുന്ന രാജാവ് തൻ്റെ രാജ്ഞിയെയും മുഴുവൻ കൊട്ടാരം സേവകരെയും കൂട്ടിയാണ് നാടകം കാണാൻ എഴുന്നള്ളിയത്. രാജാവിൻ്റെ പ്രതികരണങ്ങൾ കൃത്യമായി വായിക്കുന്നതിന് ഹാംലെറ്റ് രാജാവിൻ്റെ തൊട്ടരികിൽ തന്നെ ഇരിപ്പിടം പിടിച്ചു. രാജാവിൻ്റെ അരികിൽ തന്നെ രാജ്ഞിയുമുണ്ടായിരുന്നു. കൊട്ടാരം സേവകർ അവർക്ക് ചുറ്റുമായി ഇരുന്നിരുന്നു. ആ സദസ്സ് നാടകത്തിലെ രംഗങ്ങൾ ഓരോന്നായി കണ്ടു തുടങ്ങി. രാജാവ് സ്വയം നടത്തിയ ക്രൂരമായ ഒരു കൊലയുടെ പുനരാവിഷ്കാരം കാണുവാനായിരുന്നു തങ്ങൾ വന്നതെന്ന് അപ്പോൾ അവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഗോൺസാഗോയും ഭാര്യയും തമ്മിലുള്ള ഒരു സംഭാഷണത്തോടെയാണ് നാടകം തുടങ്ങിയത്. ഭാര്യ ഗോൺസാഗയോട് തൻ്റെ പ്രണയാധിക്യം വെളിപ്പെടുത്തി സംസാരിച്ചു. ഗോൺസാഗോ ഏതെങ്കിലും കാരണവശാൽ തനിക്ക് നഷ്ടമായാൽ താൻ ഒരിക്കലും പുനർവിവാഹം ചെയ്യില്ലെന്ന് അവർ അയാളോട് പറഞ്ഞു. താൻ അങ്ങനെയെങ്ങാനും ചെയ്താൽ ഏറ്റവും ശപിക്കപ്പെട്ടവളായി താൻ മാറുമെന്നും അവൾ അഭിപ്രായപ്പെട്ടു. ഏറ്റവും ദുഷ്ടരായ സ്ത്രീകൾ മാത്രമേ വീണ്ടും വിവാഹം കഴിക്കാനായി തങ്ങളുടെ ഭർത്താക്കന്മാരെ വധിക്കുകയുള്ളൂവെന്നും അവൾ തുടർന്നു പറഞ്ഞു. തൻ്റെ കൊച്ചച്ഛൻ്റെ മുഖത്തെ ഭാവം മാറുന്നതും ഹാംലെറ്റ് നിരീക്ഷിച്ചു. ഉറങ്ങിക്കിടക്കുന്ന ഗോൺസാഗയുടെ ചെവിയിൽ ദുഷ്ടനായ ലൂസിയാനസ് വിഷദ്രാവകം ഒഴിക്കുന്ന രംഗം നാടകത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. തൻ്റെ സ്വന്തം ദുഷ്കൃത്യത്തോട് ഏറെ സാമ്യമുള്ള പ്രസ്തുത ദൃശ്യം ക്ലോഡിയസിൻ്റെ മനസാക്ഷിയിൽ ആഘാതമേൽപ്പിക്കുക തന്നെ ചെയ്തു. കൂടുതൽ താങ്ങാനാകാതെ ദുഷ്ടനായ ക്ലോഡിയസ് പെട്ടെന്ന് തന്നെ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വേച്ച് പുറത്തേക്ക് നടന്നു. രാജ്ഞിയും മറ്റുള്ളവരും ഉടൻ രാജാവിനെ അനുഗമിക്കുകയും ചെയ്തു. രാജാവ് പോയുടനെ നാടകം നിർത്തുവാൻ ഹാംലെറ്റ് രാജകുമാരൻ നിർദ്ദേശിച്ചു. തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ തികച്ചും ശരിയായിരുന്നുവെന്ന് ഹാംലെറ്റിന് പൂർണ്ണ ബോധ്യമായി. ഹാംലെറ്റ് ഹൊറേഷ്യയോട് ഇങ്ങനെ പറഞ്ഞു: പ്രേതം പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് ഇപ്പോഴെനിക്ക് ബോധ്യമായി. ക്ലോഡിയസ് ആ കൊല ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ രംഗം നാടകത്തിൽ കണ്ടപ്പോൾ അയാൾ ഇത്രമാത്രം അസ്വസ്ഥനാകില്ലായിരുന്നു. തൻ്റെ സംശയങ്ങൾ കരുതി വരുത്തിയ ഹാംലെറ്റ് താൻ പ്രേതത്തിൻ്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ തൻ്റെ പ്രതികാര പദ്ധതി ആസൂത്രണം ചെയ്യാൻ കുറേ കൂടി സമയം തനിക്കാവശ്യമുണ്ടെന്നും ഹാംലെറ്റ് കണക്കുകൂട്ടി. ഏതായാലും തൻ്റെ കൊച്ചച്ഛൻ തന്നെയാണ് തൻ്റെ പിതാവിൻ്റെ ഘാതകനെന്നതിൽ ഇനി തെല്ലും സംശയമില്ലെന്നും ഹാംലെറ്റ് കൂട്ടിച്ചേർത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ രാജ്ഞിയുടെ ഒരു ദൂതൻ വന്ന് രാജ്ഞി ഹാംലെറ്റിനെ അവരുടെ മുറിയിലേക്ക് ക്ഷണിക്കുന്നതായി അറിയിച്ചു. ക്ലോഡിയസ് രാജാവിൻ്റെ ആഗ്രഹമനുസരിച്ചായിരുന്നു രാജ്ഞി ഹാംലെറ്റിനെ ക്ഷണിച്ചത്. നാടകത്തിൻ്റെ സമയത്തുള്ള ഹാംലെറ്റിൻ്റെ പെരുമാറ്റത്തിൻ്റെയും മറ്റു ചില കാര്യങ്ങളുടെയും പേരിൽ ഹാംലെറ്റിനെ ശാസിക്കുകയായിരുന്നു രാജ്ഞിയുടെ ലക്ഷ്യം. രാജ്ഞിയുടെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി അറിയണമെന്ന് ക്ലോഡിയസ് ആഗ്രഹിച്ചു. അതിനായി രാജ്ഞിയുടെ മുറിയിലെ യവനികയ്ക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ക്ലോഡിയസ് രാജാവ് പൊളോണിയസിനെ നിയോഗിച്ചു. തൻ്റെ വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് ഹാംലെറ്റ് തൻ്റെ പിതാവിനെ, യഥാർത്ഥത്തിൽ കൊച്ചച്ഛനെ, അപമാനിക്കുകയും എതിർക്കുകയും ചെയ്തതായി രാജ്ഞി രാജകുമാരനെ കുറ്റപ്പെടുത്തി. ക്ലോഡിയസിനെ തൻ്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ഹാംലെറ്റ് രാജകുമാരന് തീരെ ഇഷ്ടമായില്ല. അമ്മേ, നിങ്ങളാണ് എൻ്റെ പിതാവിന് ഹിതകരമല്ലാത്തത് ചെയ്തത്.
ഹാംലെറ്റ് തുറന്നടിച്ചു. അത് എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയാണല്ലോ, രാജ്ഞി പറഞ്ഞു. ചോദ്യം അർഹിച്ചിരുന്ന ഉത്തരം അതുതന്നെയാണ്, ഹാംലെറ്റ് തിരിച്ചടിച്ചു. ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നീ മറന്നുപോയോ? രാജ്ഞി ഗൗരവത്തിൽ ചോദിച്ചു. കഷ്ടം, ഹാംലെറ്റ് പ്രതിവചിച്ചു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രാജ്ഞിയാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ അനുജൻ്റെ ഭാര്യ. നിങ്ങൾ എൻ്റെ അമ്മയുമാണ്. പക്ഷേ നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതല്ലായിരുന്നെങ്കിലെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. അസ്വസ്ഥയായ രാജ്ഞി ഇങ്ങനെ പറഞ്ഞു. നീ എന്നോട് തീരെ ബഹുമാനം കാണിക്കുന്നില്ലെങ്കിൽ നിന്നോട് സംസാരിക്കാൻ കഴിവുള്ളവരെ തന്നെ എനിക്ക് വിളിക്കാനറിയാം. രാജാവിനെയോ പൊളോണിയസിനെയോ വിളിച്ച് ഹാംലെറ്റിനോട് സംസാരിക്കാൻ ഏർപ്പാടാക്കാൻ പോകുന്നതിനായി രാജ്ഞി എഴുന്നേറ്റു. പക്ഷേ തൻ്റെ അമ്മയോട് തനിച്ച് സംസാരിക്കാൻ ഹാംലെറ്റ് ആഗ്രഹിച്ചിരുന്നതിനാൽ അയാൾ രാജ്ഞിയെ പോകാൻ അനുവദിച്ചില്ല. അവരുടെ തെറ്റിനെപ്പറ്റി അവരെ ബോധവതിയാക്കാൻ ഹാംലെറ്റ് ആഗ്രഹിച്ചു. അവരുടെ കൈത്തണ്ടയിൽ ശക്തിയായി പിടിച്ചുകൊണ്ട് ഹാംലെറ്റ് അവരെ തിരികെ ഇരുത്തി. ഹാംലെറ്റിൻ്റെ അസാധാരണമായ പെരുമാറ്റത്തിൽ അമ്പരന്ന് പോയവർ അലമുറയിട്ട് സഹായത്തിനായി വിളിച്ചു. പെട്ടെന്ന് തന്നെ യവനയ്ക്ക് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. രക്ഷിക്കൂ, രാജ്ഞിയെ രക്ഷിക്കൂ. രാജാവ് തന്നെയാണ് അവിടെ ഒളിഞ്ഞു നിൽക്കുന്നതെന്ന് ഹാംലെറ്റ് വിചാരിച്ചു. ഹാംലെറ്റ് തൻ്റെ വാളൂരി ശബ്ദം കേട്ട സ്ഥാനം ലക്ഷ്യമാക്കി ആഞ്ഞു വീശി. ആരോ നിലം പതിക്കുന്ന ശബ്ദം കേട്ടു. പക്ഷേ ശരീരം വലിച്ച് വെളിച്ചത്തേക്കിട്ടപ്പോൾ ഹാംലെറ്റ് കണ്ടത് രാജാവിനെയായിരുന്നില്ല, യവനയ്ക്ക് പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന വൃദ്ധനായ ഉപദേശകൻ പൊളോണിയസിനെയായിരുന്നു. എൻ്റെ ദൈവമേ, എന്തൊരു വിവേകശൂന്യവും ക്രൂരവുമായ കാര്യമാണ് നീ ചെയ്തത്, രാജ്ഞി അലമുറയിട്ടു. തികച്ചും മോശമായ കാര്യം തന്നെ അമ്മേ, ഹാംലെറ്റ് മറുപടി പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചെയ്ത അത്രയും മോശമായ കൃത്യമല്ല. നിങ്ങൾ എന്താ ചെയ്തത്? ഒരു രാജാവിനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുകയും ചെയ്തവളാണ് നിങ്ങൾ. ആ വാക്കുകളിലൂടെ അങ്ങനെ ഇപ്പോൾ ഹാംലെറ്റ് തൻ്റെ കൊച്ചച്ഛനെ മാത്രമല്ല അമ്മയെയും മുഷിപ്പിച്ചു കഴിഞ്ഞു. തൻ്റെ പ്രേമഭാജനത്തിൻ്റെ പിതാവിനെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും വധിക്കുകയും ചെയ്തു. തുടർന്ന് ഹാംലെറ്റ് തൻ്റെ ചിന്തകളെല്ലാം രാജ്ഞിയോട് തുറന്നു പറഞ്ഞു. കൊലയെപ്പറ്റി താൻ അറിയാനിടയായ സാഹചര്യങ്ങളും അവരോട് വിശദമായി പറഞ്ഞു. നല്ലവനായി തൻ്റെ പിതാവിനെ വധിച്ച ക്ലോഡിയസുമായുള്ള സഹവാസവും സൗഹൃദവും ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ഹാംലെറ്റ് അമ്മയോട് കേണപേക്ഷിച്ചു. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഹാംലെറ്റ് രാജാവിൻ്റെ പ്രേതം അവിടെ പ്രത്യക്ഷപ്പെട്ടു. രാജ്ഞിക്ക് പക്ഷേ പ്രേതത്തെ കാണുവാൻ സാധിച്ചില്ല. അമ്മയോട് സംസാരിച്ച് അവളുടെ പാപചിന്തകളിൽ നിന്നും അവളെ മോചിപ്പിക്കാൻ പ്രേതം ഹാംലെറ്റിനോട് അഭ്യർത്ഥിച്ചു. ഹാംലെറ്റ് പ്രേതത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഹാംലെറ്റിന് യഥാർത്ഥത്തിൽ ഭ്രാന്താണെന്ന് രാജ്ഞി ധരിച്ചു. പ്രേതം പോയി കഴിഞ്ഞപ്പോൾ പ്രേതത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അതിൻ്റെ വെളിപ്പെടുത്തലുകളും ഹാംലെറ്റ് വിശദമായി തന്നെ രാജ്ഞി അറിയിച്ചു. തൻ്റെ തെറ്റുകുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാനും ക്ലോഡിയസുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും വീണ്ടും ഹാംലെറ്റ് അമ്മയോട് കേണപേക്ഷിച്ചു. മരിച്ചുപോയ പിതാവിൻ്റെ ഓർമ്മകളെ ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ ആത്മാർത്ഥതയുള്ള അമ്മയാകണമെന്ന് ഹാംലെറ്റ് രാജകുമാരൻ രാജ്ഞിയോട് ആവശ്യപ്പെട്ടു. രാജ്ഞി പോയി കഴിഞ്ഞപ്പോൾ ഹാംലെറ്റ് പൊളോണിയസിൻ്റെ മൃതശരീരത്തിലേക്ക് നോക്കി. തൻ്റെ പ്രിയതമയുടെ പിതാവിനെ വധിക്കാനിടയായതിൽ ഹാംലെറ്റ് ഏറെ ദുഃഖിച്ചു. താൻ ചെയ്തതോർത്ത് ഹാംലെറ്റ് കണ്ണീർ വാർത്തു. ക്ലോഡിയസിനെ കണ്ട് രാജ്ഞി സംഭവിച്ചതെല്ലാം അയാളെ അറിയിച്ചു. പൊളോണിയസ് കൊല്ലപ്പെട്ട കാര്യം രാജ്ഞി പറഞ്ഞപ്പോൾ ക്ലോഡിയസ് പറഞ്ഞു, ഹാംലെറ്റിന് ശരിക്കും ഭ്രാന്താണെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. രാജോപദേശകനെ വധിച്ചിരിക്കുന്നതിനാൽ ഹാംലെറ്റിനെ എത്രയും വേഗം ഇംഗ്ലണ്ടിലേക്ക് അയക്കണം. പൊളോണിയസിൻ്റെ ദൗർഭാഗ്യകരമായ മരണം ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കാനുള്ള ഒരു സുവർണാവസരം ക്ലോഡിയസിന് തുറന്നുകൊടുത്തു. ജനങ്ങൾക്ക് ഹാംലെറ്റ് രാജകുമാരനോടുണ്ടായിരുന്ന സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഹാംലെറ്റിനെ വധിക്കുന്നതിൽ നിന്ന് ക്ലോഡിയസിനെ തടഞ്ഞത്. ഏറെ തെറ്റുകൾ ചെയ്തുവെങ്കിലും
രാജ്ഞി അപ്പോഴും തൻ്റെ പുത്രനെ അളവറ്റ് സ്നേഹിച്ചിരുന്നു. അങ്ങനെ സൂത്രശാലിയായ ക്ലോഡിയസ് ഹാംലെറ്റിൻ്റെ സുരക്ഷയ്ക്കെന്ന വ്യാജേനെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറ്റി ഹാംലെറ്റിനെ യാത്രയാക്കി. രാജാവിൻ്റെ 2 സേവകന്മാരും കപ്പലിൽ ഹാംലെറ്റിന് അകമ്പടിയായി ഉണ്ടായിരുന്നു. അവരുടെ കൈവശം ഇംഗ്ലീഷ് കൊട്ടാരത്തിലേക്കുള്ള ഒരു കത്തുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ ഹാംലെറ്റിനെ വധിക്കണമെന്ന അഭ്യർത്ഥനയായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. പക്ഷേ ബുദ്ധിമാനായ ഹാംലെറ്റ് ഈ കത്ത് കൈവശപ്പെടുത്തി അതിലെ ഉള്ളടക്കമറിഞ്ഞു. തൻ്റെ പേര് മായ്ച്ചു കളഞ്ഞ ശേഷം തലസ്ഥാനത്ത് ഈ 2 സേവകരുടെയും പേരുകൾ പകരം ഹാംലെറ്റ് എഴുതി ചേർത്തു. കത്ത് പഴയതുപോലെ യഥാസ്ഥാനത്ത് വയ്ക്കുകയും ചെയ്തു. കപ്പൽ ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ കടൽ കൊള്ളക്കാരുടെ ഒരു കപ്പലിൽ കയറി ഹാംലെറ്റ് രക്ഷപ്പെടുകയും ദുഷ്ടന്മാരായ ആ 2 സേവകരും ഇംഗ്ലീഷ് കൊട്ടാരത്തിൽ വധിക്കപ്പെടുകയും ചെയ്തു. ഹാംലെറ്റ് ഉടൻ തന്നെ ഡെൻമാർക്കിലേക്ക് മടങ്ങി. ഇതിനിടയിൽ ഒരു നിർഭാഗ്യകരമായ സംഭവമുണ്ടായി. തൻ്റെ പിതാവിനെയും കാമുകനെയും നഷ്ടമായ ഒഫീലിയയ്ക്ക് മനസ്സിൻ്റെ സമനില തെറ്റിപ്പോയിരുന്നു. മുടിയിൽ വൈക്കോലും കളകളും പൂക്കളുമൊക്കെ ധരിച്ചുകൊണ്ട് അവൾ കൊട്ടാരത്തിലെമ്പാടും അലഞ്ഞു നടന്നു. വിചിത്രമായ ഗാനശകലങ്ങൾ പാടി നടക്കലും വിഡ്ഢിത്തം നിറഞ്ഞ അർത്ഥമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കലും അവൾ പതിവാക്കി. ഒരു ദിവസം വില്ലോ മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന അരുവിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു വില്ലോ മരത്തെ പൂമാലയണിയിക്കാൻ അവൾ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ കാൽ തെറ്റി അവൾ അരുവിയിൽ വീഴുകയും തൻ്റെ പൂമാലയോടൊപ്പം അവളും അരുവിയിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഭ്രാന്ത് അഭിനയിക്കാനുള്ള തൻ്റെ ശ്രമത്തിനിടയിൽ ഒഫീലിയയോടുള്ള തൻ്റെ സ്നേഹം മൂടിവെക്കേണ്ടി വന്നുവെങ്കിലും ഹാംലെറ്റ് രാജകുമാരൻ അവളെ അതിയായി സ്നേഹിച്ചിരുന്നു. തിരികെ വന്ന ഹാംലെറ്റ് കണ്ടത് രാജാവും രാജ്ഞിയും കൊട്ടാരം മുഴുവനും പാവം ഒഫീലിയയുടെ മരണത്തിൽ കേഴുന്ന കാഴ്ചയായിരുന്നു. കന്യകകളുടെ കുഴിമാടത്തിൽ ചെയ്യുന്നതുപോലെ അവളുടെ ശവക്കല്ലറമേൽ പുഷ്പങ്ങൾ വിതറിയിരിക്കുന്നത് ഹാംലെറ്റ് രാജകുമാരൻ കണ്ടു. രാജ്ഞിയും തൻ്റെ വകയായി കല്ലറമേൽ പുഷ്പങ്ങൾ വിതറുകയും ഇങ്ങനെ പറയുകയും ചെയ്തു: പൊന്നുമോളെ, നിന്റെ കല്ലറയല്ല, നിന്റെ മണവറയാണ് പൂക്കളാൽ അലങ്കരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. നീ എൻ്റെ പ്രിയ ഹാംലെറ്റിൻ്റെ ഭാര്യയായി മാറേണ്ടവളായിരുന്നില്ലേ? വൈകാരികമായി പരിഹരിക്കാനാകാത്ത നഷ്ടം തന്നെയായിരുന്നു ഹാംലെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒഫീലിയയുടെ മരണം. ഒഫീലിയയുടെ സഹോദരനായ ലേർട്ടസും ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കൊട്ടാരത്തിലെത്തിയിരുന്നു. തൻ്റെ പിതാവായ പൊളോണിയസിൻ്റെ മരണത്തിൽ നീതിയുക്തമായ നടപടികൾ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ലേർട്ടസിൻ്റെ വരവ്. ശവസംസ്കാര സമയത്ത് ലേർട്ടസ് ദുഃഖം താങ്ങാനാവാതെ തൻ്റെ സഹോദരിയുടെ കല്ലറയ്ക്കുള്ളിലേക്ക് ചാടി. അവസാനമായി അവളെ തൻ്റെ കൈകളിൽ ഒരിക്കൽ കൂടി താങ്ങുവാൻ ശ്രമിക്കുകയുണ്ടായി. 40,000 സഹോദരന്മാരെക്കാൾ അധികമായി ഞാൻ എൻ്റെ ഒഫീലിയയെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ അലറിക്കൊണ്ട് ഹാംലെറ്റും കല്ലറയ്ക്കുള്ളിലേക്ക് ചാടി. അതിനുള്ളിൽ അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. മറ്റുള്ളവർ ഇടപെട്ട് ഒടുവിൽ അവരെ വേർപിരിക്കേണ്ടി വന്നു. സുബോധം വന്നപ്പോൾ തന്നോട് പൊറുക്കണമെന്ന് ഹാംലെറ്റ് ലേർട്ടസിനോട് അപേക്ഷിച്ചു. ആരും, അവളുടെ സഹോദരൻ പോലും എന്നേക്കാൾ അധികമായി അവളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല, ഹാംലെറ്റ് പറഞ്ഞു. പക്ഷേ ദുഷ്ടനായ ക്ലോഡിയസ് അവരെ സുഹൃത്തുക്കളായിരിക്കാൻ അനുവദിച്ചില്ല. ഹാംലെറ്റ് എങ്ങനെയാണ് പൊളോണിയസിനെ കൊന്നതെന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് ക്ലോഡിയസ് ലേർട്ടസിനോട് പറഞ്ഞു. അവർ കൂടിച്ചേർന്ന് ഹാംലെറ്റിനെ ചതിയിൽ വധിക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. ലേർട്ടസ് ഹാംലെറ്റിനെ ഒരു സൗഹൃദ വാൾപ്പയറ്റ് മത്സരത്തിനായി ക്ഷണിച്ചു. ഹാംലെറ്റ് ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. കൊട്ടാരവാസികളെല്ലാവരും മത്സരവേദിയിൽ ഹാജരുണ്ടായിരുന്നു. ഹാംലെറ്റ് എപ്പോഴും മൂർച്ചയില്ലാത്ത വാളുകൾ മാത്രമേ വാൾപ്പയറ്റ് മത്സരങ്ങളിൽ ഉപയോഗിച്ചിരുന്നുള്ളൂ. പക്ഷേ ക്ലോഡിയസിൻ്റെ നിർദ്ദേശാനുസരണം അഗ്രഭാഗത്ത് കൊടിയ വിഷം പുരട്ടിയതും നല്ല മൂർച്ചയുള്ളതുമായ ഒരു വാളാണ് ലേർട്ടസ് മത്സരത്തിനായി സജ്ജമാക്കിയത്. വിഷം കലർത്തിയ ഒരു കോപ്പ വീഞ്ഞും ദുഷ്ടനായ രാജാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാൾപ്പയറ്റ് മത്സരം മുറുകുമ്പോൾ ഇടവേളയിൽ കുടിക്കാനായി ആവശ്യപ്പെടുമ്പോൾ
ഹാംലറ്റ് രാജകുമാരന് അത് നൽകാനായിരുന്നു ക്ലോഡിയസിന്റെ പദ്ധതി. ലെർട്ടസും ഹാംലറ്റും തമ്മിലുള്ള വാൾപ്പയറ്റ് മത്സരം ആരംഭിച്ചു. പയറ്റ് തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ ലെർട്ടസ് വിഷം പുരട്ടിയ വാളഗ്രം കൊണ്ട് ഹാംലറ്റിനെ മാരകമായി മുറിവേൽപ്പിച്ചു. എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് ഹാംലറ്റിന് തോന്നി. ലെർട്ടസിന്റെ ചതിയിൽ കുപിതനായ ഹാംലറ്റ് അയാളെ വട്ടം പിടിച്ചു. തുടർന്നുണ്ടായ കെട്ടിമറിച്ചലിൽ രണ്ടുപേരുടെയും വാളുകൾ അവരുടെ കൈകളിൽ നിന്ന് തെറിച്ചുപോയി. തിരികെ എടുത്തപ്പോൾ അവരുടെ വാളുകൾ പരസ്പരം മാറിപ്പോയിരുന്നു. വിഷം പുരട്ടിയ മൂർച്ചയുള്ള വാൾ ഹാംലറ്റിനാണ് ലഭിച്ചത്. അതുപയോഗിച്ച് ഒറ്റ കുത്തിന് മാരകമായി മുറിവേറ്റ ലെർട്ടസ് നിലംപതിച്ചു. ഇതേ സമയം രാജ്ഞിയുടെ നിലവിളി കേട്ടു. വീഞ്ഞ്! ഹോ പ്രിയ ഹാംലറ്റ്, ഞാൻ വിഷം കഴിച്ചിരിക്കുന്നു. രാജ്ഞി അറിയാതെ ഹാംലറ്റിനായി ക്ലോഡിയസ് തയ്യാറാക്കിയ വിഷപാനീയം കോപ്പയിൽ നിന്ന് എടുത്തു കുടിച്ചു. ആ കോപ്പയെപ്പറ്റി രാജ്ഞിക്ക് മുന്നറിയിപ്പ് നൽകാൻ ക്ലോഡിയസ് മറന്നുപോയിരുന്നു. തൻ്റെ ദുഷ്ടപ്രവൃത്തി കാരണം രാജ്ഞി മരിച്ചു വീഴുന്നത് ക്ലോഡിയസിന് നിസ്സഹായനായി കാണേണ്ടി വന്നു. ദുഷ്ടനായിരുന്നുവെങ്കിലും രാജ്ഞിയെ അയാൾ അഗാധമായി സ്നേഹിച്ചിരുന്നുകൊണ്ട് ക്ലോഡിയസിന് താങ്ങാനാവുന്നതിലേറെയായിരുന്നു രാജ്ഞിയുടെ വിയോഗത്തിലുള്ള ദുഃഖം. വഞ്ചന സംശയിച്ച ഹാംലറ്റ് കൊട്ടാരവാതിലുകളെല്ലാം അകത്തു നിന്നടയ്ക്കാൻ നിർദ്ദേശം നൽകി. ചതിയൻ ആരായിരുന്നാലും അയാൾ രക്ഷപ്പെടാതിരിക്കാൻ അത് അത്യാവശ്യമായിരുന്നു. തനിക്കിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് ലെർട്ടസിന് മനസ്സിലായി. ദുഷ്ടനായ ക്ലോഡിയസുമായുള്ള ചങ്ങാത്തത്തിൻ്റെ വിലയായി തനിക്ക് തൻ്റെ ജീവൻ തന്നെ നൽകേണ്ടതായി വന്നിരിക്കുന്നുവെന്ന് വൈകിയാണെങ്കിലും അയാൾക്ക് മനസ്സിലായി. താനാണ് ഹാംലറ്റ് തിരയുന്ന ചതിയനെന്ന് ലെർട്ടസ് ഏറ്റുപറഞ്ഞു. താൻ ചെയ്ത കൊടുംചതി അയാൾ ഏറ്റുപറയുക മാത്രമല്ല, എങ്ങനെ താൻ അതിനിരയായി എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. വിഷം പുരട്ടിയ വാൾമുനയെപ്പറ്റി ലെർട്ടസ് ഹാംലറ്റിനോട് പറഞ്ഞു. ഹാംലറ്റ് അരമണിക്കൂറിലേറെ ജീവിച്ചിരിക്കാനിടയില്ലെന്നും ഒരു മരുന്നിനും ആ വിഷം തീണ്ടലിൽ നിന്നും ഹാംലറ്റിനെ രക്ഷിക്കാനാവില്ലെന്നും ലെർട്ടസ് ഹാംലറ്റിനെ അറിയിച്ചു. ഹാംലറ്റിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടും ക്ലോഡിയസ് ആണ് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മുഖ്യ സൂത്രധാരൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടും ലെർട്ടസ് ഇഹലോകവാസം വെടിഞ്ഞു. തൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഹാംലറ്റിന് ബോധ്യമായി. തൻ്റെ പ്രിയ ഒഫീലിയയും പൊളോണിയസും മാതാവും ലെർട്ടസും ഇംഗ്ലണ്ടിലേക്ക് അയക്കപ്പെട്ട സേവകരുമെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവസാനം തൻ്റെ പിതാവിൻ്റെ പ്രേതത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യം ഹാംലറ്റിന് കൈവന്നു. നേരത്തെ തനിക്കത് ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായ മരണങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നുവെന്നും ഹാംലറ്റിന് തോന്നി. ഏറ്റവും കഠിനമായ ശിക്ഷ ആരാണോ അർഹിക്കുന്നത് അയാൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവല്ലോ എന്ന് ഹാംലറ്റ് ചിന്തിച്ചു. താൻ ചെയ്യേണ്ടിയിരുന്ന ആ കൃത്യം ചെയ്യാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും ഇപ്പോൾ തനിക്കുണ്ടെന്ന് ഹാംലറ്റിന് ഉറപ്പായി. യാതൊരു സംശയവും ചാഞ്ചല്യവും കൂടാതെ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ ഹാംലറ്റ് തൻ്റെ കയ്യിലിരുന്ന വാളിൻ്റെ വിഷം പുരണ്ട അഗ്രം ക്ലോഡിയസിൻ്റെ ഹൃദയത്തിലൂടെ കയറ്റിവിട്ടു. വിഷമേ, ഇനി നീ നിന്റെ ജോലി ചെയ്തുകൊള്ളുക. ഹാംലറ്റ് അലറി. ഒരു ഞൊടിയിടയിൽ ക്ലോഡിയസ് മരിച്ചു നിലത്ത് വീണു. തൻ്റെ പിതാവിൻ്റെ ആത്മാവിന് താൻ നൽകിയ വാക്ക് ഒടുവിൽ ഹാംലറ്റ് പാലിക്കുക തന്നെ ചെയ്തു. തൻ്റെ പിതാവിൻ്റെ ക്രൂരമായ കൊലപാതകത്തിന് ഹാംലറ്റ് രാജകുമാരൻ പകരം വീട്ടിക്കഴിഞ്ഞു. തൻ്റെ ശ്വാസം നഷ്ടപ്പെടുന്നതായും ജീവൻ വേർപിരിയുന്നതായും തോന്നിയ ഹാംലറ്റ് തൻ്റെ പ്രിയ സുഹൃത്തായ ഹൊറേഷ്യയുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ കഥ ലോകത്തോട് മുഴുവൻ പറയണമെന്ന് ഹാംലറ്റ് ഹൊറേഷ്യയോട് അപേക്ഷിച്ചു. നല്ലവനായ ആ സുഹൃത്ത് അതിന് സമ്മതം മൂളി. അങ്ങനെ പൂർണ്ണ സംതൃപ്തമായ ഹൃദയത്തോടെ കുലീനമായ ഹാംലറ്റിൻ്റെ ആത്മാവ് സ്വർഗത്തിലുള്ള തൻ്റെ പ്രിയ പിതാവിൻ്റെ അടുത്തെത്താൻ സ്വശരീരം ഉപേക്ഷിച്ച് യാത്രയായി. ചുണ്ടിൽ പ്രാർത്ഥനകളും കണ്ണിൽ നീർത്തുള്ളികളുമായി ഹാംലറ്റ് വിട പറയുന്നത് എല്ലാവരും വിങ്ങുന്ന ഹൃദയത്തോടെയാണ് നോക്കി നിന്നത്. നിറമിഴികളോടെ ഹൊറേഷ്യയും കാണികളും വിതുമ്പിക്കൊണ്ടിരുന്നു. തൻ്റെ വിലയേറിയ ജീവിതം
പിതാവിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹപൂർത്തിക്കായി ബലിയർപ്പിച്ച ഹാംലെറ്റ് രാജകുമാരന് അവർ വിട ചൊല്ലി. സ്നേഹോദാരനും മൃദുലചിത്തനുമായിരുന്ന ഹാംലെറ്റിനെ അദ്ദേഹത്തിൻ്റെ കുലീനവും രാജകുമാരന് ചേരുന്നതുമായ സ്വഭാവവിശേഷങ്ങളുടെ പേരിൽ ജനങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഡെൻമാർക്ക് ഭരിച്ച ഏറ്റവും മഹാന്മാരായ രാജാക്കന്മാരിലൊരാളായി ചരിത്രത്താളുകളിൽ തീർച്ചയായും ചിത്രീകരിക്കപ്പെടുമായിരുന്നു. വില്യം ഷേക്സ്പിയറുടെ വിശ്വവിഖ്യാതമായ ഹാംലെറ്റ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഹാംലെറ്റ് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.